രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവി തന്തൂലിക പോലെന്നാവിപ്പോ ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സദാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവിടുത്തെ അമ്മയായ മറിയം യൗസേപ്പിന് വിവാഹസമ്മതം നൽകിയിരിക്കെ അവർ ഒരുമിച്ച് വസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു. അവർക്ക് അപമാനം വരുത്തി വയ്ക്കാൻ അദ്ദേഹത്തിന് മനസ്സുമില്ലായിരുന്നു. അതുകൊണ്ട് രഹസ്യമായി അവരെ ഉപേക്ഷിക്കാൻ അദ്ദേഹം വിചാരിച്ചു. ഇതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യൗസേപ്പേ, മറിയത്തെ താങ്കളുടെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. കാരണം അവർ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവർ ഒരു പുത്രനെ പ്രസവിക്കും. താങ്കൾ അവിടുത്തേക്ക് ഈശോ എന്ന് പേരിടണം. എന്തെന്നാൽ അവിടുന്ന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.